യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്ന ഉച്ച കഴിഞ്ഞ ഈ സമയം ആഹാരമൊക്കെ കഴിച്ച് അല്പസമയം വിശ്രമിക്കുന്ന നിങ്ങളുടെ ഈ സമയത്തിനകത്താണ് ഞങ്ങൾ വന്ന് ഈ പരസ്യമായുള്ള ശുശ്രൂഷ ചെയ്തെടുക്കുന്നത്. ഞങ്ങൾക്കും അറിയാം ഒരുപാട് ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒന്നാകും നിങ്ങൾക്കിത് ഈ സന്ദേശം. എങ്കിലും ഈ സുവിശേഷ സന്ദേശം ജീവനിലേക്ക് എത്തിക്കുന്ന സന്ദേശമായിരിക്കുന്നത് കൊണ്ടും നിത്യമായ ഒരു ജീവനിലേക്ക് നിങ്ങൾ എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കുന്ന സമയമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സമയവും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഈ സുവിശേഷവുമായി ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. പലരും ഇതിനെ കളിയാക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങളെപ്പോലെ അനേകർ കളിയാക്കലിന്റെയും നിന്ദിക്കലിന്റെയും മധ്യേ വന്ന് പിന്നെയും സുവിശേഷം നിങ്ങളുടെ മധ്യേ അറിയിക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന്റെ വില നിങ്ങൾ അറിയുന്നില്ല. ഒരു പക്ഷേങ്കിൽ ഈ ജീവൻ ഇവിടെ കൊണ്ട് അവസാനിച്ചു പോയാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ച് ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുണ്ടെങ്കിൽ ഇതിനപ്പുറമായ ഒരു ജീവിതം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചു വെച്ചിരിക്കുന്ന തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ ഒരുപാട് ആളുകൾ ചെയ്തെടുക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ മരണം എന്നത് അവസാനമല്ലാത്തത് കൊണ്ടും മരണത്തിനപ്പുറമായ ഒരു ജീവിതമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള സുവിശേഷങ്ങൾ നിങ്ങൾ കേൾക്കുവാനും ഞങ്ങൾ പറയുവാനും കാരണമാക്കിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ സുവിശേഷത്തെ കളിയാക്കുകയും നിന്ദിക്കുകയും കല്ലെറിയും ചെയ്ത ഒരാളാണ് ഞാനും. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും അതുമൂലം തന്നെ സുവിശേഷത്തെ ഏറ്റവും അധികമായി നിന്ദിക്കുകയും കളിയാക്കുകയും ചെയ്ത ഒരാളായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സുവിശേഷങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികമായി നിന്ദിക്കുമായിരുന്നു. എന്നാൽ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ എന്നെ യേശുവിലേക്ക് എത്തിക്കാൻ മുഖാന്തരമാക്കി ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ചെയ്തപ്പോൾ ഒന്നിനും എന്നെ വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ഒന്നിനും എന്നെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന കളിയാക്കിയിരുന്ന യേശുക്രിസ്തു ദൈവമാണോ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിലും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പഴയ പോലെ പിന്നെ ജീവിക്കാം എന്ന് കണ്ടു ഓടി വന്ന ഒരാളായിരുന്നു. എന്നാൽ 2015-ൽ 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാന ഫലമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. അതെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു നിത്യമായ നിവാസമുണ്ട്. അത് യേശുക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടാമതൊരു ജീവനിലേക്ക് കടന്നു പോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ യേശുവിനെ പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു എന്ന്. യേശുക്രിസ്തു എന്ന വാതിലുള്ള മാത്രമല്ലാതെ ഒരു മനുഷ്യന്റെ ജീവനെ നിത്യമായ ജീവനിലേക്ക് എത്തിക്കാൻ കഴിയുന്നല്ല. പലരും മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളും മറ്റു പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം മാർഗത്തിലൂടെ പോയാലും യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നിത്യമായ രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണുന്ന ഏവനെയും തീപ്പൊയ്കി തള്ളിയിടപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. എവിടെയാണ് തീപ്പൊയ്ക? കേവലമായ ഈ സൂര്യന്റെ ഈ ഇത്രയും അകലമായി നിൽക്കുന്ന ചൂടടിച്ചിട്ട് പോലും മനുഷ്യനിവിടെ നിൽക്കാൻ മേലാതിരിക്കുമ്പോൾ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ഗന്ധക തീപ്പൊയ്ക എന്ന് പറയുമ്പോൾ അതിന്റെ കഠിനം എത്രയാണ് എന്ന് നമുക്ക് ആർക്കും അനുതാപിക്കാൻ കഴിയുന്നതല്ല. ഈ കഠിനമേറിയ ചൂടിനകത്തേക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് തീർന്നു പോകുന്നതല്ല. കാരണം നിത്യജീവൻ എത്ര കാലമുണ്ടോ അതിനപ്പുറമായി നിത്യമായ തീപ്പൊയ്ക നമ്മെ കാത്തു നിൽക്കുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷകൾ നിങ്ങളുടെ കാതുകൾ പിന്നെയും പിന്നെയും മുഴങ്ങിക്കേൽപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആ കരുണയുണ്ടാകുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പം നിത്യമായ ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ്. മനുഷ്യൻ പാപത്തിലായിരിക്കുമ്പോൾ, പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ
ഈ രക്തം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ട് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ രക്തം കയറുന്നത് പാപത്തിന്റെ രക്തമാണ്. എന്നാൽ പാപമില്ലാത്തവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ആരാണ് പാപമില്ലാത്തവൻ? യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി ചെയ്യുമെന്ന് തിരുവെടുത്ത് പറയുമ്പോൾ എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ വാമൊഴിയാൽ പറയാനിട വന്ന് അതേ വചനമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. യേശു ക്രിസ്തു എന്ന അസത്യത്തിലൂടെയല്ലാതെ മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുന്നതല്ല എന്ന ആ സത്യത്തെ ഞങ്ങൾ വിളിച്ച് അറിയിക്കുമ്പോൾ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷകര ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണമായത്? ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാതെ വന്നപ്പോൾ പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായി. മരണത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ ദൈവത്തിന് പിന്നെ അകന്നു പോകാനിട വന്ന് ആദിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ സൃഷ്ടിക്കാനിട വന്ന് അതേ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യൻ അതിനെ ആരാധിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവത്തിന്റെ പല കോപങ്ങളും പല തവണയും പല കാലഘട്ടങ്ങൾ വരികയും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയും എന്നാൽ ഇനി മനുഷ്യൻ നശിപ്പിക്കില്ലെന്ന് സത്യം ചെയ്യും തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒറ്റയാഗത്താൽ മനുഷ്യനെ പിന്നീട് സ്വർഗം കാണിച്ച സ്നേഹമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെയും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരി കൃഷി യാഗമാകുകയും കല്ലറ ബന്ധിച്ചുകൊണ്ട് 3-ാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവടുത്തിരിക്കുന്ന ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ പണമുണ്ടാക്കുന്ന മാർഗമെന്നും പണിയില്ലാത്തവരുടെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ധന്യനായ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നതിന്റെ സുവിശേഷം എന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ഏതെല്ലാം ദേശത്തിനകത്ത് വന്നിട്ടുണ്ടോ, ഏതെല്ലാം കുടുംബത്തിനകത്ത് വന്നിട്ടുണ്ടോ, ഏതെല്ലാം വ്യക്തികളകത്ത് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റാൻ മനസ്സിന് രൂപാന്തരം ഉണ്ടാകാൻ വന്നിട്ടുണ്ട്. അത് എവിടെയെല്ലാം മാറ്റം ഉണ്ടാകാൻ വന്നിട്ടുണ്ട്. ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് നിത്യരക്ഷയാക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ അതൊരുക്കുവാൻ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഒരാളുടെ ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ്. ഈ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള വാസം എവിടെയാണ് എന്നുള്ളത് ഏതെങ്കിലും സമയം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഈ സമയം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി എവിടെയാണ് വാസം എന്നത് ഏതെങ്കിലും നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കായി സൗജന്യമായി രക്ഷ തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞാൻ ഇവിടുന്ന് ഉയർത്തി കാണിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാനും നിത്യരക്ഷയിലേക്ക് എത്തിക്കുവാനും സർവശക്തനായ ദൈവത്തിന്റെ ആ കരുണയുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരുവാനും ഇത് പറയാനും കാരണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. തന്നിരിക്കുന്ന ആയുസ് ഏറിയാൽ 70-80 വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ ആത്മാവിന് നഷ്ടപ്പെടുത്തി കളയാതെ ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. ഞങ്ങളെ പോലെ അനേകരെ കളിയാക്കുമ്പോൾ പിന്നെയും പിന്നെയും മടിയില്ലാതെ നാണമില്ലാതെ ഒക്കെ ഞങ്ങൾ വന്ന് പറയാൻ കാരണമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതായിരിക്കുന്നത് കൊണ്ടും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ദൈവികമായ ആഗ്രഹത്തെ കണ്ടുകൊണ്ടുമാണ് ഇതിങ്ങനെ പ്രസംഗിക്കുന്നത്. അത് പണിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലാഞ്ഞിട്ടോ അല്ല ഇങ്ങനെ വരുന്ന പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് മാത്രമാണ് ഈ സമയം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ എവിടെയാണ് എന്നത് നിങ്ങൾ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ സന്ദേശം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇതുവരെ